നല്ല വലിപ്പമുള്ള പാമ്പായിരുന്നോ മോളെ അത്? നല്ല നീളം ഉണ്ടായിരുന്നമ്മേ. കണ്ടിട്ട് മൂർഖനാണെന്ന് തോന്നുന്നു. മോളെ, കണ്ടത് ഏതായാലും നന്നായി. ഇല്ലെങ്കിൽ അറിയാതെ അത് നിന്നെ ഉപദ്രവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേന്? തലനാരഴിക്കാ ഞാൻ രക്ഷപ്പെട്ടത്. ഓ. ആ. എന്താ വിശാൽ, പാമ്പിനെ കണ്ടോ? അതവിടെ ഉണ്ടോ? അത് ജനാല വഴി പുറത്തേക്ക് പോയി. പോകുന്ന ഞാൻ കണ്ടു. ജാസ്മിൻ പേടിക്കാതിരിക്കുക. ഞാൻ ഏതെങ്കിലും ജോലിക്കാരെ പറഞ്ഞേച്ച് അതിനെ ഇവിടുന്ന് തുരത്തി ഓടിക്കാം. ഓ, ശരി ശരി. എന്തായാലും അത് മുറിയിൽ നിന്ന് ഇറങ്ങി പോയല്ലോ. ഓ, സമാധാനമായി. നീ എന്തടി എന്നിങ്ങനെ നോക്കുന്നേ? അല്ല, ജാസ്മിൻ പാമ്പിനെ കണ്ട ഉടനെ നിന്റെ നടുവേദനയൊക്കെ പമ്പ കടന്നോ? അത് ചോദിക്കാനുണ്ടോ ഗാർഗി? അവളുടെ നടുവേദന മാറിയതുകൊണ്ടല്ലേ അവൾ ഈ പടിക്കെട്ട് ഓടി ഇറങ്ങി താഴേക്ക് വന്നത്. ജാസ്മിൻ, നിനക്ക് സന്തോഷമായല്ലോ. നടു എടുക്കാൻ വയ്യാത്തോണ്ട് അമേരിക്കയിലേക്ക് പോവാൻ പറ്റാത്തതിന്റെ വിഷമത്തിലായിരുന്നില്ലേ നീ? ഇനിയിപ്പോ നാളെ തന്നെ നിനക്ക് അമേരിക്കയിലേക്ക് പറക്കാലോ. അല്ല ജാസ്മിൻ, പാമ്പിനെ കണ്ടതും നിന്റെ നടുവേദന എങ്ങനെയാ മാറിയത്? ഒട്ടും എഴുന്നേക്കാൻ വയ്യാതെ കിടന്നിരുന്ന നീ പെട്ടെന്ന് എഴുന്നേറ്റത് ഒരു വലിയ അത്ഭുതമായി പോയി മോളെ. അത് പിന്നെ ഡോക്ടർ തന്ന മരുന്ന് കഴിച്ചതുകൊണ്ടും പാമ്പിനെ കണ്ട് പേടിച്ചതുകൊണ്ടും പിന്നെ പാമ്പ് എന്നെ കടിച്ചാ ഞാൻ ചത്തുപോകല്ലോ എന്നുള്ള ചിന്ത കൊണ്ടും അങ്ങനെയെല്ലാം കൊണ്ടും പെട്ടെന്ന് എനിക്കൊരു പുതിയ ശക്തി കിട്ടി. അപ്പം ഞാൻ എൻ്റെ വേദനയ്ക്ക് അങ്ങ് മറന്നു. നടുവിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചത് പോലുമില്ല. പിന്നെ പെട്ടെന്ന് എനിക്ക് താഴേക്ക് അങ്ങ് ഓടി. ആ, ഇപ്പൊ ഗാർഗി ചോദിച്ചപ്പോഴാ നടുവിന്റെ വേദനയുടെ കാര്യം തന്നെ ഞാൻ ഓർക്കുന്നത്. അമ്മ പറഞ്ഞതുപോലെ തന്നെ ഇത് ഭയങ്കര അത്ഭുതം തന്നെ അല്ലേ? അല്ലേ ആൻറ്റി? അതെ അതെ, ഒരു മഹാ അത്ഭുതം തന്നെ. ഓ, ഇത് ദൈവത്തിന്റെ അനുഗ്രഹം തന്നെ. നല്ല അനുഗ്രഹം. ഏതായാലും എന്റെ മോൾ ആഗ്രഹിച്ചതുപോലെ തന്നെ പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകാൻ പറ്റുമല്ലോ. ഇവൾ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവളിത് എന്തറിഞ്ഞിട്ടാ ഈ കിടന്ന് പുലമ്പുന്നത്? എന്തായാലും യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നില്ലല്ലോ, അത് നന്നായി. ജാസ്മിൻ, നാളെ ഉച്ചയ്ക്കാ നിന്റെ ഫ്ലൈറ്റ്. പോവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കും. എല്ലാ പ്ലാനും പൊളിയാണല്ലോ. ആ പാമ്പിന് വന്ന് കിറങ്ങണ്ടൊരു നേരം. அம்மா தாயே, அம்மா അമ്മയോ? எப்படி என் நாகராஜா சூப்பர் அல்லையா? அவன் ശരിക്കും വേല ചെയ്തില്ലേ? അല്ല, നിങ്ങളാരാ? നിങ്ങൾ എന്തൊക്കെ പറയുന്നേ? അല്ലമ്മ, നിങ്ങൾ നിങ്ങളുടെ നടുവേദന ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോയി വൈദ്യം പാത്തിരുന്നെങ്കിൽ ഇപ്പൊ എത്ര ലക്ഷം രൂപ ചെലവായനെ. ആനാ ഇപ്പൊ വന്ന് ലക്ഷം കിച്ചൊന്നും ചെലവ് പണ്ണാമേ വേദന മാറിപ്പോയില്ലയാ. അതിന്
അത് എന്നോട് പാമ്പ് ചെയ്ത വേലയാകും. തായേ മനസ്സിലായില്ലയാ? എന്നോട് പാമ്പിനെ കണ്ട് പേടിച്ചത് കൊണ്ടാ അമ്മയുടെ നടുവേദന മാറിയത്. നിന്റെ പാമ്പോ? ആമാ, ഞാൻ ഒരു പാമ്പാട്ടി. അമ്മയുടെ മുറിയിൽ ഉണ്ടായിരുന്നത് എന്നോട് പാമ്പാ. അതിപ്പോ ഈ കൂടയിലിരിക്ക. എന്നാലും നടുവേദന പോയതുകൊണ്ട് അമ്മ എനിക്ക് എന്തെങ്കിലും തരണം. അപ്പൊ നിന്റെ പാമ്പാണല്ലേ എന്റെ മുറിയിലുണ്ടായിരുന്നത്? അതെ, അത് എന്നോട് പാമ്പ് തന്നെയാ. അതിനെ അന്ത അറയിൽ വിട്ടത് ഞാൻ തന്നെയാ. അമ്മയുടെ നടുവേദന മാറാനാ ഞാൻ അതിനെ അങ്ങനെ ചെയ്തത്. ഇപ്പോ നടുവേദന മാറിയതൊക്കെ സീക്രട്ട് പുരിയതാ. ഇപ്പൊ ഇവിടെ എന്താ നടന്നതെന്ന് എനിക്ക് പകല് പോലെ വ്യക്തമായി. അമ്മ, എന്തെങ്കിലും ഒരു ചിന്ന ഫീസ്. എന്റെ നടുവേദന മാറ്റണമെന്ന് പറഞ്ഞ് ഇയാൾ ഇവിടേക്ക് വിളിച്ചോണ്ട് വന്നത് ആരാ? ഞാനാ. ഞാൻ തന്നെയാ ഇയാളെ വിളിച്ചോണ്ട് വന്ന് ഇതെല്ലാം ചെയ്യിച്ചത്. അതെ, ഈ അമ്മ തന്നെയാ എന്നോട് പറഞ്ഞത്. പാമ്പാട്ടി, ഇയാൾ ഇത് വെച്ചോ. ரொம்ப നന്ദി അമ്മ. അപ്പോ ഇതൊക്കെ നിന്റെ നാടകമായിരുന്നു അല്ലേ? അതെ, എല്ലാം എന്റെ നാടകം തന്നെയായിരുന്നു. നീ എന്റെ വിശാൽ സാറിനെ തട്ടിയെടുക്കാൻ ഓരോ മറിമായങ്ങൾ കാണിക്കുമ്പോ ഞാൻ പിന്നെ വെറുതെ ഇരിക്കുമെന്ന് നീ കരുതിയോ? നിന്നെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെ വേണമെങ്കിലും പോവും. എടീ, നീ കൂടുതൽ തിളക്കരുത്. നീ എനിക്കെതിരെ എന്ത് പണി ഒപ്പിച്ചാലും അതിനെതിരെ മറുപടി ചെയ്യാൻ എനിക്ക് നല്ലോണം അറിയാം. എടി, നിന്നെ വേണമെങ്കിൽ ഈ സെക്കൻഡിൽ ഇവിടെ നിന്ന് എനിക്ക് ഓടിക്കാൻ സാധിക്കും. നീ ശരിക്കും ആരാണെന്നും എന്താണെന്നുള്ള സത്യം വിശാൽ സാറിനോട് പറഞ്ഞ സാർ ഈ നിമിഷം നിന്നെ ഇവിടുന്ന് കെട്ടിയെട്ടിക്കും. അതിനു മുമ്പ് നീയായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാ നിനക്ക് നല്ലത്. നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണോ? അതെ, അങ്ങനെ തന്നെ നീ കരുതിക്കോ. എടി, നിന്റെ അച്ഛൻ നിനക്ക് ഇരിക്കപ്പിണ്ടം വച്ചതുകൊണ്ട് അച്ഛനോട് പിണങ്ങി നീ വീട്ടിൽ നിന്ന് ഇറങ്ങി തെരുവാധാരമായി നിൽക്കുവാണെന്നും പറഞ്ഞ് എന്റെ വിശാൽ സാറിനെ വിശ്വസിപ്പിച്ചല്ലേ നീ വീണ്ടും ഇവിടെ താമസം തുടങ്ങിയത്? അത് നീ ഉണ്ടാക്കിയ കള്ളക്കഥകളല്ലേ? ആണ്. നിന്റെ അച്ഛനും നീയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഇപ്പോഴും നിങ്ങൾ നിത്യവും ഫോണിൽ സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുന്നത് മുഴുവനും ഈ വീടിന്റെ സ്വസ്ഥത നശിപ്പിക്കാനുള്ള പദ്ധതികളുമാണ്. അതെല്ലാം എനിക്ക് കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല, അതിന്റെ തെളിവുകളും ഞാൻ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഞാൻ വിശാൽ സാറിനെ എടുത്തങ്ങ് കാണിച്ച പിന്നെ നിന്റെ അവസ്ഥ എന്തായിരിക്കും? അത് നീ ഒന്ന് ഊഹിച്ച് നോക്ക്. അതുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ നാണം കെടും മുമ്പ് ഇവിടുന്ന് പോവാൻ നോക്ക്.
ജാസ്മിൻ, നിനക്ക് എന്തു പറ്റി? നീ എന്തിനാ ഇത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നത്? എനിക്ക് മറ്റു വഴിയില്ല ആന്റി. പാർവതി നമ്മൾ വിചാരിച്ചതിനേക്കാളും ബുദ്ധിശാലിയാണ്. അവളുടെ മുമ്പിൽ നമ്മുടെ എല്ലാ പദ്ധതികളും പരാജയപ്പെടും. അവളോട് മത്സരിച്ച് വിശാലിനെ നേടാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ വിശ്വാസമില്ല. അതുകൊണ്ട് വിശാലിനെ സ്വപ്നം കണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിമോശമോ. അതെനിക്ക് തന്നെ അപകടമാവും. എൻ്റെ ജീവിതം എനിക്ക് കൈവിട്ട് പോകും. അതുകൊണ്ടാണ് ഏറെ ആലോചിച്ച് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇനി ഒരിക്കലും ഈ വീട്ടിലേക്കെന്നല്ല, ഇന്ത്യയിലേക്ക് പോലും ഒരു മടങ്ങിവരവുണ്ടാവില്ല. പാർവതി, നിന്നോട് ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും നിന്റെയോ വിശാലിന്റെയോ ജീവിതത്തിലേക്ക് ഞാൻ വരില്ല. നിങ്ങളുടെ ഈ ജീവിതം എന്നും ഇങ്ങനെ പരസ്പര ഐക്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ മുന്നോട്ട് പോട്ടെ. ജാസ്മിൻ, എനിക്ക് നിന്നോട് ഒരു വിരോധവുമില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ. നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. വിവാഹം കഴിഞ്ഞ് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ നിനക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. ഉദയനൊരമ്മ നിന്നെ അനുഗ്രഹിക്കും. എന്താ അമ്മ ഇത്? എടാ, ഇതിലെന്റെ കുറച്ച് സ്വർണ്ണമാണ് വിശാൽ. ഇതിൽ കുറച്ച് വളയും മാലയും കമ്മലും ഒക്കെ ഉണ്ട്. ഇതെന്തിനാ ഇവിടെ കൊണ്ടുവന്ന്? മോനെ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. സഹായോ? അതെ, നീ ഇത് പണയം വെച്ച് എനിക്കൊരു 30 ലക്ഷം രൂപ ഒന്ന് അറേഞ്ച് ചെയ്ത് തരണം. വലിയ അത്യാവശ്യം മോനെ. 30 ലക്ഷത്തിന് വേണ്ടി ഈ സ്വർണം പണയം വെക്കണം? അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? പണം കണ്ടെത്താൻ വേറെ മാർഗം വേണ്ടേ? ഇത് പണയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് അമ്മയുടെ വീടല്ലേ? ഇവിടുത്തെ പണം അമ്മയുടെ പണം കൂടിയല്ലേ? 30 ലക്ഷം അതിൽ നിന്ന് എടുത്താൽ പോരെ? എന്തിനാ സ്വർണ്ണമൊക്കെ പണയം വെക്കുന്നത്? എടാ, അതൊക്കെ എനിക്കറിയാം. ഇവിടുത്തെ പണത്തിൽ നിന്നും 30 ലക്ഷം രൂപ എടുത്താ ആരും എന്നോടൊന്നും ചോദിക്കില്ല. മാത്രമല്ല, ഈ തുക തരാൻ നീയും മടിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പൊ ഈ പണം എനിക്ക് വേണ്ടിയല്ല. ദേ, ഇവന് വേണ്ടിയാണ്. ഇത്രയും കാലം സ്വന്തം ജീവിതത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ പ്രതാപൻ എൻ്റെ ഒപ്പം നിഴല് പോലെ നിന്നില്ലേ? ഇനി അത് പോരാ. ഇവനും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം. സ്വന്തം കാലിൽ നിൽക്കണം.
എടാ ഒരു ബിസിനസ് തുടങ്ങിയ പിന്നെ ഇവന് ഇവൻ്റെതായിട്ടുള്ളൊരു മാർഗമായല്ലോ. ആ അത് കൊള്ളാം. ഇത് നല്ലൊരു ആലോചനയാണ്. ചേച്ചി പറഞ്ഞപ്പോഴേ ബിസിനസ്സിനെ കുറിച്ച് ഞാനും ചിന്തിച്ചത്. അങ്ങളെ ഇത് ഉടനെ തന്നെ തുടങ്ങണം. എടാ ഉടനെ തുടങ്ങുക വെച്ചാ അതിന് ക്യാപിറ്റൽ വേണ്ടേ? കുറഞ്ഞത് ഒരു 30 ലക്ഷം രൂപയെങ്കിലും കയ്യിൽ വേണം. ഇവന്റെ കയ്യിൽ എവിടുന്ന അത്രയും തുക? ഇവിടുത്തെ പണം എടുത്ത് ഇവന് ബിസിനസ് തുടങ്ങുന്നത് അത്ര ശരിയല്ല. അതുകൊണ്ടാ ഞാൻ എന്റെ ഗോൾഡ് എടുത്ത് പണയം വെക്കാമെന്ന് തീരുമാനിച്ചത്. അതല്ലേ മോനെ മാന്യത? ആ ദേ, നീ ഇതൊന്നും പണയം വെച്ച് പറഞ്ഞ തുക എടുത്തു തന്നാ മാത്രം മതി. വിശാൽ സാറിൽ നിന്നും പണം തട്ടിയെടുക്കാനുള്ള ഇവരുടെ പുതിയ പദ്ധതിയാണല്ലോ ഇത്. ഇല്ലമ്മേ, എനിക്കിത് പണയം വെക്കാൻ പറ്റില്ല. ഡാ വിശാൽ, ഞാനിത് പണയം വെക്കില്ല. മാത്രമല്ല ഇത് പണയം വെക്കാൻ ഞാൻ കൂട്ടു നിൽക്കുകയില്ല. മോനെ, അമ്മയുടെ ആഭരണങ്ങൾ എനിക്ക് ഗായത്രി അമ്മയുടെ ആഭരണത്തിന് തുല്യം. അത് ഞാൻ ഒരിക്കലും പണയം വെക്കില്ല. അതുപോലെ തന്നെയാ ഇതും പണയം വെക്കാൻ പാടില്ല. അമ്മയെ ഞാൻ ഗായത്രി അമ്മയുടെ സ്ഥാനത്താ കാണുന്നത്. എന്റെ അമ്മ പോയതിനു ശേഷം എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത് അമ്മയല്ലേ? അപ്പോ അമ്മയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നടത്തേണ്ടത് എന്റെ കടമയാ. എടാ അത് ശരിയാണ്. പക്ഷേ ഇത് എനിക്ക് വേണ്ടിയല്ലല്ലോ മോനെ. ആയിക്കോട്ടെ. ദാ, ഈ നിൽക്കുന്ന അമ്മയുടെ സഹോദരൻ എനിക്കാരാ? എന്റെ അമ്മാവനല്ലേ? അമ്മാവനെ സഹായിക്കേണ്ടതും എന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അമ്മ ഇത് കയ്യിൽ വെച്ചോ. അങ്കിളിനും ബിസിനസ്സിലും മുടക്കാനുള്ള പണം ഞാൻ തരാം. താനേ കൃത്യസമയത്ത് തന്നെയാ വന്നത്. എടോ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അങ്കിള് ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുക. കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ പറയാം. ഇപ്പോ അങ്കിളിനൊരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റായി 30 ലക്ഷം രൂപ വേണം. അത് നമുക്ക് കൊടുക്കാം. താനാ ലോക്കറിൽ നിന്നേ ആ 30 ലക്ഷം എണ്ണി എടുത്തിട്ട് വാ. എന്തു പറ്റി? താൻ പോയി കാശ് എടുത്തിട്ട് വാ. വിശാൽ, ഞങ്ങൾക്ക് കാശ് തരുന്നത് പാർവതിക്ക് എത്ര ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെയൊന്നുമില്ല. എന്റെ ഇഷ്ടം തന്നെയാ പാർവതിയുടെ ഇഷ്ടം. പാർവതി, നീ പോയി എടുത്തിട്ട് വാ. മോനെ വിശാൽ, ഇത് ഇവളുടെ കൈകൊണ്ട് തന്നെ പ്രതാപന് കൊടുത്താ നന്നായിരുന്നു. ഐശ്വര്യമുള്ളവളല്ലേ പാർവതി? അതുകൊണ്ട് ബിസിനസ് നടത്താനുള്ള പണം പാർവതിയായിട്ട് പ്രതാപന് കൊടുത്താൽ പ്രതാപന്റെ ബിസിനസ് വെച്ചടി ഉയരും. അത് ശരിയാ. എന്നാ പാർവതി തന്നെ കൊടുത്തേക്ക്. പാർവതി, നീ തന്നെ അങ്കിളിന് കൊടുത്തേക്ക്. ദാ.
ഇപ്പോ നിന്റെ കൈകൊണ്ട് തന്നെ നീ പ്രതാപന് പണം കൊടുത്തു. അതാണ് പ്രഭാവതിയുടെ ബുദ്ധി. വളരെ ഉപകാരം. പാർവതി, ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. ഒന്നും വേണ്ട, ആദ്യം കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നിങ്ങൾ ചെല്ല. ശരി, വാടാ.